ഹലോ, ഗുഡ് ഈവനിങ്. 9ാം നാളും കേരളത്തിന് മുഖ്യമന്ത്രിയായിട്ടില്ല. ചർച്ചയോട് ചർച്ചയാണ്. പാതിരാക്കോഴി കൂവുമ്പോൾ മുഖ്യമന്ത്രിയാകുമെന്നാണ് കോൺഗ്രസ് നേതാവ് ബെന്നി ബെഹന്നാൻ പറയുന്നത്. ഇങ്ങനെ കേരളവും കോൺഗ്രസ് പ്രവർത്തകരും കണ്ണിലെണ്ണയൊഴിച്ചിരിക്കുന്നതിനിടെയാണ് നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുടെയും പരീക്ഷ റദ്ദാക്കിയതിൻ്റെയും വാർത്ത വരുന്നത്. ക്രമക്കേട് കണ്ണീരിലാഴ്ത്തിയത് കണ്ണിലെണ്ണയൊഴിച്ച് പഠിച്ച 22 ലക്ഷം വിദ്യാർത്ഥികളെയാണ്. ഇങ്ങനെ ആകാംക്ഷയുടെയും ആശങ്കയുടെയും മണിക്കൂറുകൾക്കിടെ തുടങ്ങുന്നു പൊതുജനം കഴുതയല്ല സാർ. ഞാൻ ബി ദിലീപ് കുമാർ. പൊതുജനം കഴുതയല്ല സാർ. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്ന് 8 ദിവസം കഴിഞ്ഞിട്ടും മുഖ്യമന്ത്രി ആരെന്ന് നിശ്ചയിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. 102 സീറ്റെന്ന അതുല്യമായ നേട്ടം സമ്മാനിച്ച ജനങ്ങളെ നിരാശരാക്കുന്ന കാലതാമസമാണ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിൽ സംഭവിച്ചിരിക്കുന്നത്. പദവിക്ക് വേണ്ടി വടംവലി നടത്തുന്ന നേതാക്കൾ ഒരു വശത്തും ഇതെല്ലാം കണ്ട് തീരുമാനമെടുക്കാനാവാതെ നിൽക്കുന്ന കോൺഗ്രസ് ഹൈക്കമാൻഡ് മറുവശത്തുമായി നിൽക്കുമ്പോൾ അപമാനിക്കപ്പെടുന്നത് മുന്നണിക്ക് വോട്ട് ചെയ്ത വോട്ടർമാരാണ്. തിരുവനന്തപുരത്ത് നിന്ന് ആർ ശ്രീജിത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. എന്ത് വിധി ഇത്! മെയ് 4-നാണ് കേരളത്തിലെ തിരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനം നടന്നത്. ഇന്ന് മെയ് 12, 8 ദിവസം കഴിഞ്ഞു. എന്നിട്ട് മുഖ്യമന്ത്രി എവിടെ? എങ്ങോട്ട് തിരിഞ്ഞാലും കേൾക്കുന്ന ചോദ്യം ഇതാണ്. ചർച്ച തന്നെ ചർച്ച എന്ന മട്ടിൽ ഡൽഹിയിലും തിരുവനന്തപുരത്തുമായി മാരത്തൺ സെഷനുകൾ പലത് കഴിഞ്ഞു. എന്നിട്ടും തീരുമാനമായില്ല. മാർപ്പാപ്പ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സിസ്റ്റൈൻ ചാപ്പലിലെ പുകകളിലേക്ക് കണ്ണുനട്ടിരിക്കുന്ന പോലെ കേരളം ഡൽഹിയിലേക്ക് കൺപാർത്തിരിക്കുകയാണ് വെളുത്ത പുക കാണാൻ. കേരളം ഉൾപ്പെടെയുള്ള 5 സംസ്ഥാനങ്ങളിലെ ഫലമാണ് മെയ് 4 പുറത്തു വന്നത്. ബംഗാൾ, അസം, തമിഴ്നാട്, പുതുച്ചേരി സംസ്ഥാനങ്ങളിലെല്ലാം മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ നടന്നു കഴിഞ്ഞു. ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാതിരുന്നിട്ടും പുതിയ സഖ്യകക്ഷികളുടെ പിന്തുണയിൽ തമിഴ്നാട്ടിലെ TVK സർക്കാരുണ്ടാക്കി. എന്നിട്ടും 102 സീറ്റുള്ള കേരളത്തിലെ ഐക്യമുന്നണിക്ക് മാത്രം ഇതുവരെ മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഭൂരിപക്ഷം കിട്ടിയാൽ മണിക്കൂറുകൾക്കകം മുഖ്യമന്ത്രി നിശ്ചയിക്കുമെന്ന് വീമ്പ് പറഞ്ഞിരുന്ന കോൺഗ്രസ് നേതാക്കളെല്ലാം ഇപ്പോൾ മൗനവ്രതത്തിലാണ്. അതോ മറവി രോഗം ബാധിച്ചോ? മുഖ്യമന്ത്രി ഇന്ന് വരും നാളെ വരുമെന്ന് കരുതി കാത്തിരുന്നവരെല്ലാം കണ്ണുകഴച്ച് എഴുന്നേറ്റ് പോയി. പലർക്കും ഇവർക്ക് വോട്ട് ചെയ്തു പോയല്ലോ എന്ന നിരാശയാണ്. ഹൈക്കമാൻഡ് എന്നാണ് തീരുമാനം പ്രഖ്യാപിക്കുക എന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. അത് ഹൈക്കമാൻഡ് തീരുമാനം പ്രഖ്യാപിക്കുമ്പോഴേ അറിയാൻ പറ്റും. ഇല്ല, സ്റ്റോപ്പിലെത്തിയില്ല. ചില സന്ദർഭങ്ങളിൽ കാലാവസ്ഥയുടെ പ്രതികൂലാവസ്ഥ കാരണം ചിലപ്പോൾ ട്രെയിൻ ലേറ്റ് ആവാറുണ്ട്. അതുപോലെ ആയിരിക്കും. പ്രത്യേകിച്ച് ഡൽഹി യാത്രയാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ചില സന്ദർഭത്തിൽ കാലാവസ്ഥ മോശമാണെങ്കിൽ ചിലപ്പോൾ ലേറ്റ് ആവാറുണ്ട്. എന്തിനും ഒരു കാരണമുണ്ടല്ലോ എന്ന് പറയും പോലെ മുഖ്യമന്ത്രി തീരുമാനം വൈകുന്നതിന് കോൺഗ്രസിനും പറയാനുണ്ട് കാരണങ്ങൾ. ഒന്നല്ല, പലത്. കോൺഗ്രസ് രാജ്യമെമ്പാടുമുള്ള ഒരു വലിയ പാർട്ടിയാണ്. മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ കോൺഗ്രസിന് വ്യവസ്ഥാപിതമായ മാർഗങ്ങളുണ്ട്. ജയിച്ചു വന്ന MLA-മാരെ കാണണം, അഭിപ്രായം അറിയണം, ഘടകകക്ഷികളുടെ അഭിപ്രായം ആരായണം, മുതിർന്ന നേതാക്കളിൽ നിന്ന് വിവരം തേടണം എന്നിങ്ങനെ നടപടിക്രമങ്ങൾ ഏറെയാണെന്നാണ് ന്യായീകരണം. ലക്ഷണമൊത്ത ഈ ന്യായീകരണം കൊള്ളാം. പക്ഷേ അവിടെ ഇരിക്കട്ടെ, ഒരു ചോദ്യം മാത്രം. ഇതെല്ലാം കഴിഞ്ഞല്ലോ സാർ, എന്നിട്ടും തീരുമാനമില്ലല്ലോ. കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടി ലീഡർ സംബന്ധിച്ച ചർച്ചകൾ ഡൽഹിയിൽ തുടരുകയാണെന്ന് നിങ്ങളെപ്പോലെ ഞാനും മനസ്സിലാക്കുന്നു. വൈകലിനൊരു ചെറിയ മങ്ങലേറ്റിട്ടുണ്ട്. ദാറ്റ് ഐ ഡു അഡ്മിറ്റ്. വൈകിയതും ഇതുമായി ബന്ധപ്പെട്ട അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകും. ആവനാഴിയിലെ ന്യായീകരണാസ്ത്രങ്ങളെല്ലാം തീർന്നാലും അവസാനം ഒറ്റ ഉത്തരം കൂടിയുണ്ട്. അതാണ് ക്ലാസ്. ഇത് കോൺഗ്രസ് ആണ്. അതാണ് ആ വിഖ്യാത മറുപടി. ശരിയാണ്, പാർട്ടി കോൺഗ്രസ് തന്നെ. പക്ഷേ 10 കൊല്ലം അധികാരത്തിന് പുറത്തു വന്ന ശേഷം ജനവിധി അനുകൂലമാകുമ്പോൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചവരെ ഇങ്ങനെ വെറുപ്പിക്കാമോ? അങ്ങനെയൊക്കെ കരുതാൻ സംഘടനാ തെരഞ്ഞെടുപ്പിൻ്റെ പേരിൽ AI ഗ്രൂപ്പുകൾ വാളും പരിചയമെടുത്ത് തെരുവിലേറ്റുമുട്ടിയ 90-കളിത്. കാലം മാറി. ജനം എന്തും സഹിക്കുമെന്ന് വിചാരിക്കരുത്. ഗവൺമെന്റ് അല്ലേ വേണ്ടത്? ആദ്യം ഗവൺമെന്റ് അല്ലേ വേണ്ടത്? ഗവൺമെന്റ് ഒരു മുഖ്യമന്ത്രിയുടെ പ്രശ്നം മാത്രമല്ല, മന്ത്രിമാരും വരണ്ടേ? അത് കേരളത്തിൽ നടക്കുകയല്ലേ തെറ്റായ രീതി. മുഖ്യമന്ത്രിയായി ഏത് നേതാവിനെ നിശ്ചയിച്ചാലും തീരുമാനം ഇങ്ങനെ അനന്തമായി നീണ്ടുപോകുന്നത് കേരളം പോലൊരു സംസ്ഥാനത്തിന് ചേർന്നതല്ല. തർക്കം മൂലം മുഖ്യമന്ത്രിയെ സമയത്ത് നിശ്ചയിക്കാൻ കഴിയാത്തവർ എങ്ങനെയാണ് കേരളത്തെ മാറ്റിമറിക്കാൻ പോകുന്നത്? സാമുവൽ ബക്കറ്റിൻ്റെ പ്രശസ്തമായ നാടകത്തിൻ്റെ പേരാണ് വെയിറ്റിംഗ് ഫോർ ഗോദോ അഥവാ ഗോദോയെ കാത്ത്. ആരെന്നറിയാത്ത ഗോദോയെ കാത്തിരിക്കുന്ന 2 സുഹൃത്തുക്കളുടെ കഥയാണ് നാടകത്തിൻ്റെ പ്രമേയം. അതുപോലെ കേരളം കാത്തിരിക്കുകയാണ് ആരെന്നറിയാത്ത മുഖ്യമന്ത്രിക്ക് വേണ്ടി. വെയിറ്റിംഗ് ഫോർ CM. തിരുവനന്തപുരത്ത് നിന്ന് ആർ ശ്രീജിത്ത്, 24. പൊതുജനം കഴുതയല്ല സാർ.
അതിനിടെ സങ്കടകരമായ ഒരു വാർത്ത വരുന്നുണ്ട്. മലപ്പുറം മങ്കടയിൽ ഇടിമിന്നലേറ്റ് 2 പേർ മരിച്ചു എന്ന വാർത്തയാണ് വരുന്നത്. 4 പേർ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്നും വാർത്ത വരുന്നുണ്ട്. സംസ്ഥാനത്ത് പല സ്ഥലങ്ങളിലും മഴക്കെടുതി രൂക്ഷമാണ് എന്ന വാർത്ത കൂടി പല സ്ഥലങ്ങളിൽ നിന്നായി വരുന്നുണ്ട്. ഇപ്പോൾ ഗോകുൽ കെ വേണുഗോപാലിലേക്കാണ് പോകുന്നത്. ഗോകുൽ കെ വേണുഗോപാൽ, മലപ്പുറം മങ്കടയിൽ ഇടിമിന്നലേറ്റ് 2 പേർ മരിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദിലീപ് കുമാർ, വൈകിട്ട് 4 മണിയോടുകൂടി കനത്ത കാറ്റും മഴയും ഇടിമിന്നലും ഒക്കെ ഉണ്ടായിരുന്നു മലപ്പുറം ജില്ലയുടെ വിവിധ മേഖലകളിൽ. പാണ്ടിക്കാടും മങ്കടയിലും ഒക്കെ ഉണ്ടായിരുന്നു. ആ സമയത്താണ് മങ്കടയിൽ ഈ കുരങ്ങൻചോല എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അതൊരു വ്യൂ പോയിന്റ് ആണ്, വിനോദസഞ്ചാര കേന്ദ്രത്തിന് സമാനമായിട്ടുള്ളൊരു സ്ഥലമാണ്. അവിടേക്ക് വൈകുന്നേരങ്ങളിലൊക്കെ ആളുകൾ വരികയും ഇരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആ ഭാഗത്താണ് ഇടിമിന്നലേറ്റ് 6 പേരെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചത്. അതിൽ 2 പേർ മരണപ്പെട്ടു എന്ന സങ്കടകരമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ആളുകളെ സംബന്ധിച്ച പ്രാഥമികമായ വിവരങ്ങളൊക്കെ ശേഖരിച്ച് വരുന്നതേയുള്ളൂ. മറ്റു ചില ആളുകൾക്ക് വേണ്ടിയിട്ട് തിരച്ചിൽ നടത്തുന്നതായും പ്രദേശത്തെ നാട്ടുകാർ പറയുന്നുണ്ട്. കാരണം ഇടിമിന്നലേറ്റ് ആ ഭാഗത്തുണ്ടായിരുന്ന ചില ആളുകളെങ്കിലും തെറിച്ചു പോയതായിട്ടുള്ള വിവരവും നാട്ടുകാർ പങ്കുവയ്ക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നാട്ടുകാർ ഇപ്പോൾ ഈ കുരങ്ങൻചോല എന്ന് പറയുന്ന ആ പ്രദേശത്ത് തിരച്ചിൽ നടത്തുകയും ചെയ്യുന്നുണ്ട്. 6 പേരെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതിൽ 2 പേർ മരണപ്പെട്ടു. മരിച്ചവരുടെ പേര് വിവരങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശേഖരിച്ചു വരുന്നതേയുള്ളൂ. ബാക്കി 4 പേരിൽ 2 പേരുടെ നില ഗുരുതരമാണ് എന്ന ഒരു പ്രാഥമികമായിട്ടുള്ള വിവരവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ദിലീപ് കുമാർ, നേരത്തെ പാണ്ടിക്കാട് ഒരു സ്കൂളിന്റെ മേൽക്കൂരയൊക്കെ പറന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മലപ്പുറം ജില്ലയുടെ വിവിധ മേഖലകളിൽ ഇത്തരത്തിൽ കാറ്റിലും മഴയിലും ഇടിമിന്നലും പലതരത്തിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ദിലീപ് കുമാർ, വളരെ സങ്കടകരമായ വാർത്തയാണ്. മലപ്പുറം മങ്കടയിൽ ഇടിമിന്നലേറ്റ് 2 പേർ മരിച്ചു. 4 പേർ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്ന വിവരവും ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. മലപ്പുറത്ത് നിന്ന് ഗോകുൽ കെ വേണുഗോപാലാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. റഷീദ് മാസ്റ്റർ കൂട്ടായി പറയുന്നു, ഇർഷാദ് മാസ്റ്റർ കൂട്ടായി പറയുന്നു, വളരെ ശക്തമായ ഇടിമിന്നൽ ഉണ്ടായിരുന്നു വേങ്ങര ഭാഗത്ത് 4:30-ക്ക് ശേഷം. ഇന്ന് പല സ്ഥലങ്ങളിൽ നിന്നും ആ നിലയിൽ മഴയുമായി ബന്ധപ്പെട്ടുള്ള ചില മഴക്കെടുതികളുടെയൊക്കെ വാർത്തകൾ പ്രേക്ഷകർ 24-ൻ്റെ യൂട്യൂബ് പേജിൽ അത് കമൻ്റായി നൽകുന്നുമുണ്ട്. ഏതായാലും വളരെ 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 സങ്കടകരമായ വാർത്ത ഇപ്പോൾ വന്നിരിക്കുന്നത് മങ്കടയിൽ നിന്നാണ്. ഇടിമിന്നലേറ്റ് 2 പേർ മരിച്ചു എന്ന വിവരം. സംസ്ഥാനത്ത് സർക്കാർ രൂപീകരണം വൈകുന്നത് പൊതുജനത്തെ ബാധിച്ചു തുടങ്ങി. വിദ്യാഭ്യാസം, ആരോഗ്യം, ആഭ്യന്തരം തുടങ്ങി പ്രധാന വകുപ്പുകളിൽ കഴിഞ്ഞ സർക്കാർ നടപ്പിലാക്കിയതുൾപ്പെടെയുള്ള വിഷയങ്ങളിൽ തീരുമാനമെടുക്കാൻ ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നില്ല. ഉദ്യോഗസ്ഥ തലത്തിൽ സ്ഥലമാറ്റം ഉൾപ്പെടെയുള്ള നടപടികൾ വൈകുന്നതും പ്രതിസന്ധിക്ക് കാരണമാകുന്നു. കാവൽ മന്ത്രിസഭയുണ്ടെങ്കിലും പ്രയോജനമില്ലെന്നാണ് ഉയരുന്ന ആക്ഷേപം. തിരുവനന്തപുരത്ത് നിന്ന് റിനു ശ്രീധർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കസേരകളിയുടെ കാലം. തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചിട്ടും സംസ്ഥാനത്ത് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന അതേ അവസ്ഥയാണ്. സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ നടക്കുന്നില്ല. സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. യൂണിഫോം വിതരണമോ പാഠപുസ്തക വിതരണമോ ഒന്നും തന്നെ ആരംഭിച്ചിട്ടുമില്ല. സംസ്ഥാനത്ത് UDF ഭൂരിപക്ഷത്തിലെത്തി അധികാരസ്ഥാനത്തിനടുത്തെത്തിയിട്ടും സർക്കാർ രൂപീകരണം എങ്ങും എത്തിയില്ല. മുഖ്യമന്ത്രിക്കും മന്ത്രിസഭയ്ക്കും വേണ്ടിയുള്ള ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഇടപെടാൻ സംസ്ഥാനത്ത് സർക്കാരില്ലാത്തത് ഏറെ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. മാർച്ച് മാസം കഴിഞ്ഞ് ഒത്തിരി കരാർ ജീവനക്കാരുടെ ഫണ്ടുകൾ അല്ലെങ്കിൽ പണിയെടുത്തതിൻ്റെ പൈസകൾ ധനകാര്യ വകുപ്പിൽ നിന്ന് കൊടുക്കണം, വിവിധ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൊടുക്കണം. ധനകാര്യ വകുപ്പ് മന്ത്രിക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാവൽ ഗവൺമെൻറ് എന്ത് ചെയ്യാൻ പറ്റും? ഉദ്യോഗസ്ഥരാണെങ്കിലോ ഉദ്യോഗസ്ഥർക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞു. വകുപ്പ് സെക്രട്ടറിമാരും ഡയറക്ടർമാരും വഴിയുള്ള പ്രവർത്തനങ്ങൾ മാത്രമാണ് വിവിധ വകുപ്പുകളിൽ നടക്കുന്നത്. കാവൽ സർക്കാരുണ്ടെങ്കിലും സർക്കാർ അനുമതിയുള്ള ആവശ്യങ്ങളൊന്നും ഉദ്യോഗസ്ഥർ കൈക്കൊള്ളുന്നില്ല. മിക്ക ഉന്നത ഉദ്യോഗസ്ഥരും നീണ്ട അവധിയിലാണ്. മന്ത്രിതലത്തിൽ തീരുമാനമെടുക്കേണ്ടതിനാൽ ധനവകുപ്പിൽ നിന്നുള്ള സഹായങ്ങളും വിവിധ വകുപ്പുകൾക്ക് ലഭിക്കുന്നില്ല. കൃത്യസമയത്ത് സ്ഥലം മാറ്റം ഉൾപ്പെടെയുള്ള നടപടികൾ നടക്കാത്തതും പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. സെക്രട്ടറിമാർ തീരുമാനം കൈക്കൊള്ളാത്തതിനാൽ സ്ഥാനക്കയറ്റം ലഭിക്കാതെ ഉദ്യോഗസ്ഥർ വിരമിക്കേണ്ട സാഹചര്യവും സംസ്ഥാനത്തുണ്ടാകുന്നു. ചുരുക്കി പറഞ്ഞാൽ ഭരണസ്തംഭനമാണ് സംസ്ഥാനത്ത്. വ്യക്തമായ ഭൂരിപക്ഷം കിട്ടി, ഒറ്റയ്ക്ക് വേണമെങ്കിലും കോൺഗ്രസിന് ഭരിക്കാം. ഒരു ലീഡറെ തിരഞ്ഞെടുക്കാൻ കഴിയാത്തത് വളരെ നിർഭാഗ്യമാണ്. അതുപോലെ തന്നെ ആശുപത്രി കാര്യങ്ങൾ ദൈനംദിനമായിട്ടുള്ള പ്രതിസന്ധികൾ സൃഷ്ടിക്കുമ്പോൾ ട്രഷറി ബെഞ്ച് പോലും ഒരുപക്ഷെ ഡാമേജ് ആയിരിക്കുന്ന അല്ലെങ്കിൽ സ്ട്രക്കായിരിക്കുന്ന ഒരവസ്ഥയിലാണ്. UDF സർക്കാർ അധികാരത്തിലെത്തിയാൽ പോലീസ് തലപ്പത്തും വൻ അഴിച്ചുപണി ഉണ്ടാകും. LDF സർക്കാർ മാറ്റി നിർത്തിയ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ പ്രധാന തസ്തികയിൽ നിയമിക്കാനാണ് നീക്കം. ഇക്കാര്യം കോൺഗ്രസ് മുഖപത്രം പോലും ശരിവെക്കുന്നു. കൃത്യമായ വീക്ഷണത്തോടെയാണ്
കോൺഗ്രസ് മുഖപത്രവും ഇക്കാര്യം സമ്മതിക്കുന്നത്. സംസ്ഥാനത്ത് ഭരണമാറ്റം വരുന്നതോടെ സാംസ്കാരിക സ്ഥാപനങ്ങളുടെ തലപ്പത്തും വൻ അഴിച്ചുപണിക്ക് കളമൊരുങ്ങും. വൈകാതെ 66 സാംസ്കാരിക സ്ഥാപനങ്ങളിലും പുതിയ ചുമതലക്കാരെ നിയമിക്കാനാണ് നീക്കം. LDF സർക്കാർ നിയമിച്ച സാംസ്കാരിക പ്രവർത്തകരെ എല്ലാം മാറ്റും. പകരം UDF അനുഭാവികളെയും LDFിൽ നിന്ന് പിണങ്ങിയിറങ്ങിയവരെയും പരിഗണിക്കും. ഏതൊരു മുന്നണി അധികാരത്തിലെത്തിയാലും മാറ്റങ്ങളൊക്കെ ഉണ്ടാകും. അത് അനിവാര്യവും ആവശ്യവുമൊക്കെ തന്നെ. പക്ഷേ ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കരുത്, പൊതുജനങ്ങളെ കഴുതകളാക്കരുത്. ക്യാമറമാൻ സജീവിനൊപ്പം റിനു ശ്രീധർ, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. ഇപ്പോൾ ആ സങ്കടകരമായ വാർത്തയ്ക്കിൽ കൂടുതൽ സങ്കടകരമായ കാര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ മങ്കടയിൽ ഇടിമിന്നലേറ്റ് മരിച്ചവരുടെ എണ്ണം 3 എന്ന് ഞങ്ങളുടെ പ്രതിനിധി ഗോകുൽ കെ വേണുഗോപാൽ റിപ്പോർട്ട് ചെയ്യുന്നു. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ വേനൽ മഴയിൽ വ്യാപക നാശനഷ്ടം. എറണാകുളം മൂവാറ്റുപുഴയിൽ ശക്തമായ കാറ്റും മഴയും. ടാറ്റ മോട്ടോഴ്സ് സർവീസ് സെൻ്ററിൻ്റെ മേൽക്കൂര ശക്തമായ കാറ്റിൽ തകർന്നു വീണു. നിരവധി കാറുകൾക്ക് കേടുപാടുണ്ടായി. കോട്ടയത്തും മഴയിൽ വ്യാപക നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കൊല്ലം പുനലൂർ നെല്ലിപ്പള്ളിയിൽ കൂറ്റൻ കോൺക്രീറ്റ് ഭിത്തി ഇടിഞ്ഞ് ലോറിക്ക് മുകളിലേക്ക് വീണു. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ചേരുന്നുണ്ട്. ആൻമരിയ സണ്ണി കൊച്ചിയിൽ നിന്ന്, കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ, കൊല്ലത്ത് നിന്ന് സൂര്യഗായത്രി എന്നിവർ ചേരുന്നു. ആദ്യം ആൻമരിയ സണ്ണിയിലേക്ക്. ആൻമരിയ സണ്ണി, വലിയ നാശനഷ്ടങ്ങളാണോ പല സ്ഥലത്തു നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? ദിലീപ് കുമാർ, ഉച്ചയ്ക്ക് ശേഷം പെയ്യുന്ന ശക്തമായിട്ടുള്ള മഴയാണ്. ഈ മഴ മാത്രമല്ല, ആശ്വാസമായിട്ടുള്ള മഴ പെയ്യുന്നുണ്ടെങ്കിൽ പോലും അതിനേക്കാൾ ഉപരിയായിട്ട് ഈ ശക്തമായിട്ടുള്ള കാറ്റാണ് വീശുന്നത് പല മേഖലകളിലും. ഈ കാറ്റിലാണ് വലിയ തരത്തിലുള്ള നാശനഷ്ടങ്ങൾ ജില്ലയുടെ പല മേഖലകളിലും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മൂവാറ്റുപുഴയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ടാറ്റ മോട്ടോഴ്സിന്റെ ഷോറൂമിൽ സർവീസ് സെന്ററാണ്. അവിടെ ഉണ്ടായിരുന്ന ആ സർവീസ് സെന്ററിന്റെ മേൽക്കൂരയുടെ മുൻഭാഗത്തുണ്ടായിരുന്ന മേൽക്കൂര കാറ്റിൽ തകർന്ന് കാറുകൾക്ക് മുകളിലേക്ക് വീണ് പല കാറുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന മൂവാറ്റുപുഴയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ശക്തമായിട്ടുള്ള കാറ്റും മഴയും മൂവാറ്റുപുഴയിൽ തുടരുകയാണ്. അതോടൊപ്പം തന്നെ കോതമംഗലം മേഖലയിലെ പല ഭാഗങ്ങളിലും ഈ മരം കടപുഴകി വീണ വീടുകൾക്കുൾപ്പെടെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. കുട്ടമ്പുഴ കുറ്റിയാംചാൽ ഭാഗത്താണ് വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വീടിന്റെ മേൽക്കൂര കാറ്റത്ത് പറന്നു പോവുകയും ചെയ്തിട്ടുണ്ട്. ഈ കുറ്റിയാംചാൽ സ്വദേശിയുടെ വീടിന്റെ മേൽക്കൂരയാണ് പറന്നുപോയത്. ഒപ്പം തന്നെ പല വീടുകളുടെയും മേൽക്കൂര ഭാഗികമായിട്ടും തകർന്നു വീഴുകയും അതോടൊപ്പം തന്നെ പലയിടങ്ങളിൽ കൃഷിത്തോട്ടങ്ങൾ, റബ്ബർ, തേക്ക് മരങ്ങളെല്ലാം കാറ്റത്ത് കടപുഴകി വീഴുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ശക്തമായിട്ടുള്ള കാറ്റ് എറണാകുളം ജില്ലയുടെ നഗരപ്രദേശങ്ങളിൽ, മലയോര മേഖലകളിൽ മാത്രമല്ല ഈ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. അത് നഗരപ്രദേശങ്ങളിലേക്ക് വരികയാണെങ്കിലും നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പലയിടങ്ങളിലും മരം കടപുഴകി വീണ വൈദ്യുതി പോസ്റ്റുകൾക്ക് മുകളിലേക്കാണ് വീണിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പല മേഖലകളിലും വൈദ്യുതിയൊക്കെ ഏകദേശം നിലച്ച മട്ടാണ്. അയ്യങ്കാളി റോഡ്, ജവഹർ റോഡ് എന്നിവിടങ്ങളിലാണ് വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു വീണിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പൂണിത്തുറയിലെ വീടിന് മുകളിലേക്ക് മരം വീണിട്ടുണ്ട്. അടുക്കള ഭാഗത്തേക്കാണ് മരം വീണിട്ടുണ്ടായിരുന്നത്. ഈ സമയത്തൊക്കെ ശക്തമായിട്ടുള്ള കാറ്റും മഴയായതുകൊണ്ട് തന്നെ വീട്ടിലുണ്ടായിരുന്നവരെല്ലാം മുൻഭാഗത്തേക്കായിരുന്നത് കൊണ്ടാണ് വലിയ തരത്തിലുള്ള അപകടം ഒഴിവാക്കാൻ വേണ്ടി സാധിച്ചത്. കാറ്റും മഴയും ശക്തമായിട്ട് പല മേഖലകളിലും ഇപ്പോഴും തുടരുകയാണ്. പക്ഷേ ആളപായമൊന്നും ഇതുവരെ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ദിലീപ് കുമാർ, കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് ആൻമരിയ സണ്ണി. നീ കോട്ടയത്തേക്കാണ്. കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ ചേരുന്നു. ടോബി, എന്തൊക്കെയാണ് കോട്ടയം ജില്ലയിൽ നിന്നുള്ള വിശദാംശങ്ങൾ? വീണ്ടും മലപ്പുറത്തേക്കാണ്. മലപ്പുറം മങ്കടയിൽ നിന്ന് ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നുണ്ട്. ഗോകുൽ കെ വേണുഗോപാൽ, അവിടെ ഇടിമിന്നലേറ്റ് മരണമടഞ്ഞവരുടെ എണ്ണം 3 എന്ന വളരെ സങ്കടകരമായ വാർത്തയാണ് വരുന്നത്. എന്തൊക്കെയാണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ? ദിലീപ് കുമാർ, മരണപ്പെട്ടവർ യുവാക്കളാണ്, വിദ്യാർത്ഥികളാണ് എന്ന വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. 3 പേരാണ് ഇപ്പോൾ മരിച്ചതായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുള്ളത്. ഫഹദ്, സിയാദ്, റഷീദ് എന്നിവരാണവർ. ഇങ്ങനെ 3 പേരാണ് മരിച്ചിട്ടുള്ളത്. ബാക്കി 3 പേർ ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുണ്ട്. ഈ അപകടം നടന്ന ഉടനെ തന്നെ 6 പേരെയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചിരുന്നു. പക്ഷേ 3 പേർ മരണപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. കുരങ്ങൻചോല എന്ന് പറയുന്ന ഭാഗത്തായിരുന്നു ഇത്തരത്തിൽ ഒരു അപകടം സംഭവിച്ചത്. 3 മണി 4 മണിയോടുകൂടി തന്നെ മലപ്പുറം ജില്ലയിൽ വിവിധ മേഖലകളിൽ ശക്തമായ കാറ്റും ഇടിമിന്നലോട് കൂടിയ കാറ്റും മഴയും ഒക്കെ പെയ്തിരുന്നു. ആ സമയത്താണ് ഇത്തരത്തിലൊരു സംഭവം നടന്നിട്ടുള്ളത്. പല മേഖലകളിലും, പാണ്ടിക്കാട് ഉൾപ്പെടെയുള്ള മേഖലകളിൽ അവിടെ സ്കൂളിന്റെ മേൽക്കൂര പൂർണ്ണമായും നിലംപതിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. കുരങ്ങൻചോല എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ
വൈകുന്നേരം ഒക്കെ ആകുമ്പോൾ ആളുകളൊക്കെ വന്നിരിക്കുന്ന ഒരു സ്ഥലവും ഒക്കെയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ആളുകൾ വന്നിരുന്നത് എന്ന് മനസ്സിലാക്കുന്നു. ആ പ്രദേശത്ത് ഇപ്പോഴും തിരച്ചിലൊക്കെ നടത്തുന്നുണ്ട്. കൂടുതലായിട്ടുള്ള ആളുകൾ വൈകുന്നേരങ്ങളിലൊക്കെ അവിടെ വന്നിരിക്കുന്നതാണ്. അതിനാൽ തന്നെ മറ്റു ചില ആളുകളെങ്കിലും ഈ മിന്നലേറ്റ് കൂടുതൽ ദൂരത്തേക്ക് തെറിച്ചു പോയിട്ടുണ്ട് എന്നതിനെ സംബന്ധിച്ച സംശയവും നാട്ടുകാർക്കിടയിലൊക്കെ നിലനിൽക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി അവിടെ പ്രാഥമിക ഒരു പരിശോധനയും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. ഒരു വിനോദസഞ്ചാര കേന്ദ്രം എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് കുരങ്ങാൻചോല എന്ന് പറയുന്ന സ്ഥലം. അവിടെയാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നത്. 6 പേരും യുവാക്കളാണ്, വിദ്യാർത്ഥികളാണ് എന്ന വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അവരുടെ മറ്റു വിവരങ്ങൾ ശേഖരിച്ചു വരുന്നതേ ഉള്ളൂ. അതിൽ 3 പേരാണ് ഇപ്പോൾ മരണപ്പെട്ടിട്ടുള്ളത്. ഫഹദ്, സിയാദ്, റഹീസ് എന്നിങ്ങനെയാണ് മരണപ്പെട്ട 3 പേരുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ കാലാവസ്ഥയിൽ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല, മഴയൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് വൈകുന്നേരത്തോടു കൂടിയിട്ടാണ് ജില്ലയിൽ ശക്തമായിട്ടുള്ള ഒരു മഴയും കാറ്റും ഇടിമിന്നലും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. ആ ദിവസം തന്നെ ഇത്തരത്തിൽ ദാരുണമായ ഒരു സങ്കടകരമായ വാർത്തയാണ് പുറത്തു വന്നിട്ടുള്ളത്. 3 പേർ മരണപ്പെട്ടിരിക്കുന്നു, 3 പേർ ആശുപത്രിയിലുണ്ട്. അതിൽ ഒരാളുടെ നില ഗുരുതരമാണ് എന്ന വിവരം കൂടി ഇപ്പോൾ അവിടെ നിന്ന് ലഭ്യമാകുന്നുണ്ട്. ദിലീപ് കുമാർ. വളരെ സങ്കടകരമായ വാർത്തയാണ് മലപ്പുറത്ത് നിന്ന് വരുന്നത്. മലപ്പുറം മങ്കടയിലാണ് ഇടിമിന്നലേറ്റ് 3 മരണം ഉണ്ടായിട്ടുള്ളത്. വിവരങ്ങൾ നൽകിയത് ഗോകുൽ കെ വേണുഗോപാലാണ്. ഒരാളുടെ നില ഗുരുതരമായി തുടരുന്നു എന്നും ഗോകുൽ കെ വേണുഗോപാൽ റിപ്പോർട്ട് ചെയ്തു. ഇനി കോട്ടയത്തേക്കാണ്. അവിടെ നിന്ന് ടോബി ജോൺസൺ ചേരുന്നുണ്ട്. ടോബി ജോൺസൺ, എന്തൊക്കെയാണ് അവിടുത്തെ മഴക്കെടുതിയുടെ വിശദാംശങ്ങൾ? ദിലീപ് കുമാർ, വൈകുന്നേരം 5:30 അതിശക്തമായിട്ടുള്ള മഴയും അതുപോലെ തന്നെ കാറ്റും കോട്ടയം ജില്ലയുടെ ചില മേഖലകളിൽ ഉണ്ടായത്. ഈ കാറ്റിലും മഴയിലും ഉഴവൂരിൽ റോഡരികിൽ ഉണ്ടായിരുന്ന ഒരു പോസ്റ്റ് കടപുഴകി വീണ് അതൊരു ഓട്ടോയുടെ മുകളിലേക്കാണ് വീണത്. ആ ഓട്ടോ ഡ്രൈവർക്ക് പരിക്കേറ്റു. ഇയാളെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റി. ആരോഗ്യനില തൃപ്തികരമാണെന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഈ രാമപുരം മേഖലയിലും അതിശക്തമായിട്ട് കാറ്റും മഴയും ഉണ്ടായി. അവിടെ രാമപുരം സ്കൂളിന് സമീപത്തുള്ള മരം കടപുഴകി റോഡിലേക്ക് വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ഒരു കാറിന്റെ മുകളിലേക്കാണ് ഈ മരം വീണത്. അങ്ങനെ വ്യാപകമായി നേരത്തെ കോതമംഗലത്തും എറണാകുളം ജില്ലയുടെ പല മേഖലകളിലും ഉണ്ടായ അതേ സമയത്ത് തന്നെയാണ് ഈ ഉഴവൂർ അതുപോലെ തന്നെ രാമപുരം തുടങ്ങിയ മേഖലകളിൽ കാറ്റും മഴയും അതിശക്തമായിട്ടുണ്ടായത്. എന്തായാലും വലിയ നാശനഷ്ടം തന്നെയാണ് ഈ മേഖലകളിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ള റിപ്പോർട്ട് തന്നെയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. പല സ്ഥലങ്ങളിലും ശക്തമായ കാറ്റും മഴയും ഒപ്പം തന്നെ ഇടിമിന്നലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ദിലീപ് കുമാർ. കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത് ടോബി ജോൺസൺ. കൊല്ലത്തേക്കാണ് ഇനി. കൊല്ലത്ത് നിന്ന് സൂര്യഗായത്രി കൊല്ലം ജില്ലയിലെ മഴക്കെടുതിയുടെ വിശദാംശങ്ങൾ നൽകും. സൂര്യഗായത്രി, എന്തൊക്കെയാണ് കൊല്ലം ജില്ലയിലെ മഴക്കെടുതിയുടെ വിശദാംശങ്ങൾ? ദിലീപ് കുമാർ, ശക്തമായിട്ടുള്ള മഴയാണ് ജില്ലയിൽ പെയ്തത്. പ്രത്യേകിച്ച് പുനലൂർ മേഖലയിൽ കൂറ്റൻ കോൺക്രീറ്റ് ഭിത്തി ഇടിഞ്ഞ് ട്രെയിലർ ലോറിക്ക് മുകളിലേക്ക് വീണാണ് ഒരു അപകടം പുനലൂരിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. പുനലൂർ നെല്ലിപ്പള്ളി പെട്രോൾ പമ്പിന് പുറകുവശത്തായാണ് ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. മഴയെ തുടർന്ന് സർവീസ് സെന്ററിൽ നിർത്തിയിട്ടിരുന്ന ട്രെയിലർ ലോറിക്ക് മുകളിലേക്ക് വലിയ കോൺക്രീറ്റ് ഭിത്തി ഇടിഞ്ഞു വീഴുകയായിരുന്നു. ഈ വാഹനത്തിനുള്ളിൽ ഒരാൾ ഉണ്ടായിരുന്നു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും അടക്കം നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഈ ലോറിക്ക് മുകളിൽ വീണ മണ്ണും കോൺക്രീറ്റ് പാളിയും മുഴുവൻ എടുത്തു മാറ്റിയാൽ മാത്രമേ അത്തരത്തിൽ ആരെങ്കിലും കുടുങ്ങിക്കിടപ്പുണ്ടോ എന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും സമീപവാസികളുടെ ആണ് പറഞ്ഞത് ഇത്തരത്തിൽ വാഹനത്തിൽ 2 പേരുണ്ടായിരുന്നു. ഒരാൾ ഈ അപകട സമയത്ത് തന്നെ രക്ഷപ്പെട്ടു, ഒരാൾ അകത്തുണ്ടായിരുന്നു എന്നുള്ള പ്രാഥമിക വിവരം വെച്ചാണ് പോലീസ് ഈ രക്ഷാപ്രവർത്തനം തുടരുന്നത്. ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. JCB ഉൾപ്പെടെ എത്തിച്ച് മണ്ണും കോൺക്രീറ്റും ഉൾപ്പെടെ മാറ്റാനുള്ള ശ്രമമാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. കൊല്ലം പുനലൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് സൂര്യഗായത്രി. ഇനി തിരുവനന്തപുരത്തേക്കാണ്. സംസ്ഥാനത്തെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ്. അടുത്ത 3 മണിക്കൂർ 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അജ്മൽ ദിറാർ ചേരും. അജ്മൽ, എന്തൊക്കെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന, ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന മുന്നറിയിപ്പുകൾ? ദിലീപ്, അടുത്ത 3 മണിക്കൂർ കേരളത്തിൽ ഇപ്പോൾ തിരുവനന്തപുരം, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ 3 മണിക്കൂർ മാത്രമാണ് നിലവിൽ പ്രഖ്യാപിച്ചത്. വൈകിട്ട് കേരളത്തിലെ കൊല്ലം, പത്തനംതിട്ട, മലപ്പുറം ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് 3 മണിക്കൂർ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ ഓറഞ്ച് അലർട്ട് നിലനിൽക്കുകയാണ് ഇപ്പോൾ തിരുവനന്തപുരം, കാസർഗോഡ് ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൂടാതെ ഇന്ന് മുതൽ 16-ാം തീയതി വരെ സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്കും 40 മുതൽ 50 കിലോമീറ്റർ വരെ ശക്തമായ
കാറ്റിനും സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ ജാഗ്രതാ നിർദ്ദേശങ്ങൾ, പ്രത്യേകിച്ച് ഓറഞ്ച് അലർട്ട്, അതോടൊപ്പം തന്നെ ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും ഒറ്റപ്പെട്ട മഴയ്ക്കും സാധ്യത നിലനിൽക്കുന്നതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വിവിധ ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ ജില്ലയിലെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ മഴയും ഇടിമിന്നലും കാറ്റുമുള്ളതിനാൽ പലയിടങ്ങളിലും പലതരത്തിലുള്ള അപകട വാർത്തകൾ കൂടി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പൊതുജനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട്. ദിലീപ് കുമാർ. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുകൾ പ്രേക്ഷകരുമായി പങ്കുവച്ചത് തിരുവനന്തപുരത്ത് നിന്ന് അജ്മൽ ദിറാർ. മലപ്പുറം മങ്കടയിൽ ഇടിമിന്നലേറ്റ് മരിച്ചവരുടെ എണ്ണം 4ആയി. 3 പേർ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നു. ഗോകുൽ കെ വേണുഗോപാൽ, മരണം 4 ആയിരിക്കുന്നു. വളരെ സങ്കടകരമായ, വളരെ ദുഃഖകരമായ വാർത്തയാണ് ഈ സായാഹ്നത്തിൽ ഇപ്പോൾ മലയാളികളെ തേടിയെത്തുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദിലീപ് കുമാർ, കാലവർഷം വന്നെത്തുന്നതേ ഉള്ളൂ. അതിനു മുമ്പാണ് ഇത്തരത്തിലൊരു ദാരുണമായ ഒരു സംഭവം ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത്. 4 പേരാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. ഫഹദ്, സിയാദ്, റഹീസ്, വഹാസ് എന്നിങ്ങനെയുള്ള സുഹൃത്തുക്കളാണ് ഈ 4 പേരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 7 അംഗ സംഘത്തിനായിരുന്നു ഇടിമിന്നലേറ്റത്. മങ്കട കുരങ്ങൻചോല എന്ന് പറയുന്ന സ്ഥലത്ത്, അതും ഈ പറഞ്ഞതുപോലെ ഒരു വ്യൂ പോയിന്റ് ഒക്കെ ഉള്ള സ്ഥലമാണ്, കുറച്ച് ഉയരം കൂടിയ പ്രദേശമാണ്. അവിടെ വൈകുന്നേരങ്ങളിൽ ആളുകളൊക്കെ വന്നിരിക്കുന്നതായിരുന്നു. മഴയോടുകൂടി അപ്രതീക്ഷിതമായി വന്ന ഇടിമിന്നലേറ്റാണ് ഇവർക്ക് 7 പേർക്കും ഇത്തരത്തിൽ ഇടിമിന്നലേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിൽ 6 പേരെയാണ് ആദ്യഘട്ടത്തിൽ ആശുപത്രിയിൽ എത്തിക്കാൻ വേണ്ടി സാധിച്ചത്. മറ്റൊരാൾക്ക് വേണ്ടി തിരച്ചിൽ നടത്തുകയും അയാളെ കണ്ടുകിട്ടുകയും ചെയ്തിട്ടുണ്ട്. അയാളുമായി മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോകുന്നു എന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. ആശുപത്രിയിൽ എത്തിച്ച 4 പേർ മരണപ്പെട്ടു. ബാക്കി 2 പേർ അപകടനില തരണം ചെയ്തു എന്ന ഒരു വാർത്ത കൂടി, ഒരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഇന്ന് വൈകിട്ട് 4 മണിക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. കനത്ത മഴയും കാറ്റും ഇടിമിന്നലും ഒക്കെ ഉണ്ടായിരുന്നു. മലപ്പുറം ജില്ലയുടെ വിവിധ മേഖലകളിൽ, പാണ്ടിക്കാട്, മലപ്പുറം ടൗണ്, മങ്കട തുടങ്ങിയ മേഖലകളിലൊക്കെ ശക്തമായ കാറ്റും മഴയും വീശിയതിൽ മങ്കടയിൽ മഴ പെയ്തതിനൊപ്പം തന്നെ ശക്തമായ ഇടിമിന്നലും കൂടി സംഭവിച്ചു എന്നുള്ളതാണ് ഇത്തരം ദാരുണമായ ഒരു സംഭവം ഉണ്ടാവാൻ കാരണം. എല്ലാവരും വിദ്യാർത്ഥികളാണ്, യുവാക്കളാണ് എന്ന പ്രാഥമികമായ വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചിരുന്നു. ആദ്യഘട്ടത്തിൽ 2 പേരായിരുന്നു മരിച്ചത്. 2 പേരുടെ നില ആ ഘട്ടത്തിൽ തന്നെ ഗുരുതരമാണ് എന്ന വിവരവും പുറത്തു വരുന്നു. അവർ 2 പേരുമാണ് ഇപ്പോൾ മരണത്തിന് കീഴടങ്ങിയിട്ടുള്ളത്. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച മറ്റു 2 പേർ അപകടനില തരണം ചെയ്തിട്ടുണ്ട്. ഒരാളെ ആശുപത്രിയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. എത്തിയിട്ടില്ല, അല്പസമയത്തിനുള്ളിൽ ആശുപത്രിയിലേക്ക് എത്തിക്കുമെന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. നേരത്തെ കനത്ത മഴയിൽ ഈ പാണ്ടിക്കാടൊക്കെ ഒരു സ്കൂളിന്റെ മേൽക്കൂര തകർന്നു പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ഈ രീതിയിലുള്ള ഒരു മഴയോ കാറ്റോ അല്ലെങ്കിൽ ഇടിലോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് വൈകുന്നേരം 4 മണിക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു സംഭവം മലപ്പുറം ജില്ലയിലെ വിവിധ മേഖലകളിൽ ഉണ്ടായത്. അതിൽ തന്നെ 4 പേർ മരണപ്പെട്ടു എന്നുള്ളതാണ് സങ്കടകരമായ വാർത്തയാണ്, ദുഃഖകരമായ വാർത്തയാണ്. 4 പേരും ചെറുപ്പക്കാരാണ്, വിദ്യാർത്ഥികളാണ്, ഒരേ നാട്ടിലുള്ള ആളുകളാണ് എന്ന വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഏകദേശം 1-2 കിലോമീറ്റർ പരിധിയിലുള്ള ആളുകളാണ് എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഇതാ നാട്ടിൽ തന്നെയുള്ള ഒരു വ്യൂ പോയിന്റ്, ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിന് സമാനമായിട്ടുള്ള ഒരു സ്ഥലം. വൈകുന്നേരങ്ങളിലൊക്കെ ആളുകളൊക്കെ വന്നിരിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെയാണ് ഉയരം കൂടിയ ഒരു പ്രദേശമായിരുന്നതിനാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് എന്ന് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നു. ഗോകുൽ കെ വേണുഗോപാൽ തുടരുക. ഇപ്പോൾ മങ്കടയിലെ നിയുക്ത MLA മഞ്ഞളാംകുഴി അലി 24-നൊപ്പം ചേരുകയാണ്. ശ്രീ മഞ്ഞളാംകുഴി അലി, വളരെ സങ്കടകരമായ വാർത്തയാണ് ഇപ്പോൾ നമ്മെ തേടിയെത്തുന്നത്. വളരെ വളരെ ദുഃഖകരമായ വാർത്ത. എന്തൊക്കെയാണ് താങ്കൾക്ക് പറയാനുള്ളത് ഈ സമയത്ത്? ഇതിലിപ്പോഴേ ഒരു പ്രദേശത്തുള്ള ഒരു 6-7 കുട്ടികളെ ഒരുമിച്ച് അവിടെ കാറ്റ് കൊള്ളാൻ ഈ സ്ഥലത്ത് പോയി ഇരിക്കുക പാറയുടെ മുകളിൽ. അവർ സ്ഥിരം അവിടെ പോകുന്നതാണ്. അവർക്കൊരു പ്രത്യേക ഒരു പുതുതായിട്ടുള്ളൊരു സ്ഥലമല്ല അവിടെ. പക്ഷേ പെട്ടെന്ന് ഇടിമിന്നലുണ്ടായി 4 കുട്ടികൾ മരിച്ചു. 3 കുട്ടികളുടെ സ്ഥിതി വളരെ ആശങ്കാജനകമാണ്. വളരെ സങ്കടകരമായ ഒരു അവസ്ഥയിലാണ് ആശുപത്രിയിലുള്ളത്. ഇതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ഞാൻ ആ ആശുപത്രിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പിന്നെ കുറച്ച് ദൂരെ ആയിരുന്നു ഈ വിവരം കിട്ടിയപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ നന്ദി ശ്രീ മഞ്ഞളാംകുഴിയിൽ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. അദ്ദേഹം ആശുപത്രിയിലേക്കുള്ള യാത്രയിലാണ്. വളരെ ദൂരസ്ഥലത്തായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. അദ്ദേഹം ഈ വിവരമറിഞ്ഞ് ഇപ്പോൾ ആശുപത്രിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഈ ഇടിമിന്നലുമായി ബന്ധപ്പെട്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേതായാലും ഈ സംഭവത്തിൽപ്പെട്ട കുട്ടികൾ അവർ ഈ കാര്യം ഇതേക്കുറിച്ച് അങ്ങനെ ബോധവാന്മാരാകണമെന്നില്ല. അവർ സ്ഥിരമായി പോകുന്ന സ്ഥലമാണ്. സാധാരണഗതിയിൽ തന്നെ ബീച്ചുകൾ ഉൾപ്പെടെ തുറന്ന സ്ഥലങ്ങൾ, ഇങ്ങനെയുള്ള വ്യൂ പോയിന്റുകൾ, ഈ കുട്ടികളിരുന്ന വ്യൂ പോയിന്റുകൾ, ഇവിടെയൊക്കെ
നമ്മളെല്ലാം ചെന്നിരിക്കാറുള്ളതാണ്. ഇത്തരം ഈ അപകടമുണ്ടാകും എന്ന ഒരു മുൻവിധിയോടുകൂടി ആയിരിക്കില്ല എത്തുന്നത്. പക്ഷേ അപ്രതീക്ഷിതമായി എത്തിയ ഇടിമിന്നലാണ് അവരുടെ ആ 4 പേരുടെ ജീവൻ നഷ്ടപ്പെടാൻ ഇടയാക്കിയിട്ടുള്ളത്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഇതുമായി ബന്ധപ്പെട്ടൊക്കെ നേരത്തെ നൽകിയിട്ടുള്ള മുന്നറിയിപ്പുകളിൽ പറയുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഇവയാണ്. ഇടിമിന്നൽ അപകടകാരികളാണ്. അവ മനുഷ്യൻ്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുതി ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുത ചാലകങ്ങളുമായി ബന്ധിപ്പിച്ച വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടം സൃഷ്ടിക്കുന്നുണ്ട്. അതുകൊണ്ട് മുൻകരുതൽ സ്വീകരിക്കണം. ഇടിമിന്നലിൻ്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറണം. തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നലേൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലും അടച്ചിടണം. ജനലിനും വാതിലിനും അടുത്ത് നിൽക്കാതിരിക്കുക. കെട്ടിടത്തിനകത്ത് തന്നെ ഇരിക്കുകയും പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുകയും വേണം. ഗൃഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കണം. ഇടിമിന്നലുള്ള സമയത്ത് ടെലിഫോൺ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം. എന്നാൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. അന്തരീക്ഷം മേഘാവൃതമാകണമെങ്കിൽ തുറസായ സ്ഥലത്തും ടെറസിലും കുട്ടികൾ ഉൾപ്പെടെ കളിക്കുന്നത് ഒഴിവാക്കണം. ഇടിമിന്നലുള്ള സമയത്ത് വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിൽക്കരുത്. വാഹനങ്ങൾ മരച്ചുവട്ടിൽ പാർക്ക് ചെയ്യുകയും അരുത്. ഇടിമിന്നലുള്ള സമയത്ത് വാഹനത്തിനകത്ത് തന്നെ തുടരുക. കൈകാലുകൾ പുറത്തിടാതിരിക്കുക തുടങ്ങിയ നിരവധി നിർദ്ദേശങ്ങളാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നൽകാറുള്ളത്. ഏതായാലും 4 പേരുടെ ജീവൻ ഇടിമിന്നൽ അപഹരിച്ചിരിക്കുകയാണ്. ഇടിമിന്നലേറ്റ് 4 മരണം മലപ്പുറം മങ്കടയിൽ. ഇനി 24ൻ്റെ സജീവ സംവാദ പരിപാടിയായ എൻകൗണ്ടറുമായി ചേരുന്നു KR ഗോപികൃഷ്ണൻ.